ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ആൻഡ് ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിംഗ്. These are two different experiences of the Holy Spirit. Let's understand the difference. Holy Spirit baptism എന്നാൽ എന്ത്? Acts chapter 1 verses 5-ൽ ജീസസ് പറയുന്നുണ്ട്, യു വിൽ ബി ബാപ്റ്റൈസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നത് നമ്മുടെ എഫേർട്ട് ഇല്ലാതെ വെള്ളത്തിൽ സ്വിം ചെയ്യുന്നത് പോലെയാണ്. ചിലപ്പോൾ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാകാം, കൂളിംഗ് ഓർ ഹീറ്റ് ഫീലിംഗ് ഉണ്ടാകാം, ബോഡി ലൈറ്റ് ആവുന്ന പോലെ തോന്നാം, ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ തോന്നാം, വേറെ ഒരു ഭാഷ നമ്മൾ സംസാരിക്കുന്നത് പോലെ തോന്നാം. ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആക്സ് ചാപ്റ്റർ 1-ൽ ജീസസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആക്സ് ചാപ്റ്റർ 2-ൽ നമുക്ക് കാണാം ഡിസൈപ്പിൾസ് ഈ ഹോളി സ്പിരിറ്റ് ഇൻഫില്ലിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി എന്താണ് ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിംഗ്? ആക്സ് ചാപ്റ്റർ 10 വേഴ്സസ് 38-ൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഗോഡ് അനോയിൻറ്റഡ് ജീസസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ. അപ്പം ദർ ഇസ് ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ ഉണ്ട്. അനോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പവർ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു പവർ നിങ്ങളുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ പറ്റും. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് അനോയിൻറ്റിംഗ്. ചിലപ്പോൾ ബോഡി ഷേക്ക് ചെയ്യുന്നത് പോലെ തോന്നാം. ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ വേറൊരു പ്ലേസിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകാം. ചിലപ്പം പെട്ടെന്ന് നിങ്ങൾ അൺകോൺഷ്യസ് ആയിട്ട് വീഴുന്നതായിട്ട് തോന്നാം. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഐ റിസീവ്ഡ് ദ പവർ. ദാറ്റ് ഈസ് ദ അനോയിൻറ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഈ പവർ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തോട് എന്താണ് ചോദിക്കേണ്ടത്? നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിംഗ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മളെല്ലാവരും ദൈവത്തോട് എപ്പോഴും ചോദിക്കാറുള്ളത്. വീട്, കാറ്, ജോലി, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറ്റേണലാണ്, അത് നിങ്ങളെ വിട്ടു പോകത്തില്ല. അതേസമയം മറ്റെല്ലാം മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമ്മളെ വിട്ട് ഒരു നാൾ പോകുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പം, ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുമ്പം നിങ്ങളിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഈ പ്രസൻസ് ഓഫ് ഗോഡ് നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ മുമ്പിലുള്ള ഡോർസ് നിങ്ങൾക്ക് ഓപ്പൺ ആകും. യു വിൽ റിസീവ് വാട്ട് ഈസ് നീഡഡ് ഫോർ യു. മെറ്റീരിയൽ തിങ്സ് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഇതിലേതെങ്കിലും ഒരു ഗിഫ്റ്റ്. ഇതൊരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റിൽ ഒന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും എറ്റേണൽ ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റേ വിത്ത് യു ഫോർ എവർ. മീ വിത്ത് യുവർ പ്രസൻസ് ആൻഡ് അനോയിൻറ്റ് മീ. ഇങ്ങനൊരു പ്രാർത്ഥന, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ഗോഡ് ബ്ലെസ് യു.